തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 1:45 പരിഗണിക്കും. അശ്ലീല സിനിമകളിലൂടെ ധനം സമ്പാദിച്ചുവെന്ന കേസ് റദ്ദാക്കണമെന്ന ആവശ്യം. ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അഹമ്മദ് മുജ്തബ വിവരവുമായി ചേർന്നു. മുജ്തബ, എന്താണ് ശ്വേതാ മേനോന്റെ ഹർജിയിൽ പറയുന്നത്? ഇപ്പോൾ ഹർജി ഔദ്യോഗികമായി തന്നെ ഫയൽ ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും എഫ്ഐആർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വെച്ച് കോടതിയെ സമീപിക്കുകയും ആ നിലയ്ക്ക് കേസ് റദ്ദാക്കണം, എഫ്ഐആർ തന്നെ കോഷ് ചെയ്ത് ഈ നിയമ നടപടികളിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് കോടതിയിൽ പ്രധാനമായി ശ്വേത ഉന്നയിക്കുന്നത്. അതിനകത്ത് ഈ എഫ്ഐആറിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തതെങ്കിൽ പോലും മജിസ്ട്രേറ്റ് കോടതി ചില വസ്തുതകൾ പരിഗണിച്ചിട്ടില്ല. മാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ ഒരു പരാതി ഇങ്ങനെ വരുമ്പോൾ ഒരു നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം നിയമാനുസൃതമായി സിനിമ അത് സെൻസർ ഉൾപ്പെടെ ചെയ്ത് വന്ന സിനിമകളാണ്. ആ രൂപത്തിൽ സിനിമ പ്രദർശനാനുമതി നൽകിയ ശേഷമാണ് പ്രദർശിപ്പിച്ചത്. ആ രൂപത്തിൽ സിനിമ ചെയ്തു എന്ന് പറയുന്നതിനെതിരെ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് വരുന്നത്. അതിന് പിന്നിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്. അത് വിശദമായി തന്നെ ആ രൂപത്തിൽ കൂടി അതിനെ കാണണം. ഇതൊന്നും കേൾക്കാതെ പ്രഥമ ദൃഷ്ട്യാ ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അത് കീഴ്ക്കോടതി മജിസ്ട്രേറ്റ് കോടതി ചെയ്ത നടപടി നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ആ എഫ്ഐആർ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് എഫ്ഐആർ ഇട്ടത്. അതുകൊണ്ട് ആ എഫ്ഐആർ തന്നെ റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ ഈ കേസിലെ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും പ്രത്യേകമായി മെൻഷൻ ചെയ്ത് അത് ഇപ്പോൾ നമ്പറായിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കതിൻ്റെ കോപ്പി നൽകാൻ കഴിയാത്തത്. പക്ഷേ അത് പ്രത്യേകമായി മെൻഷൻ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇന്ന് തന്നെ ആ കേസ് പരിഗണിക്കാൻ ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ബെഞ്ചിൽ ഉച്ചയ്ക്ക് 1:45 2 മണിയോടുകൂടി ആ കേസ് പരിഗണിക്കുമെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ അതനുസരിച്ചുള്ള കേസ് നിയമ നടപടികളിലൊക്കെ റദ്ദ് ചെയ്യണം. അത് നിയമപ്രകാരം കേസ് നിലനിൽക്കില്ല. മാത്രമല്ല, മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്, ചട്ടങ്ങൾ പാലിക്കാത്തതാണ് എന്നതുൾപ്പെടെ ഇതിനകത്ത് ഹർജി ഈ ശ്വേതാ മേനോൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അജിം സർ. മുസ്തഫ, അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഇങ്ങനെ കോടതി ഫോർവേഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കേസെടുത്തത് എന്നാണ്. അതിനർത്ഥം പോലീസിന് തന്നെ ഈ കേസിൽ ഒരു ഉറപ്പില്ല എന്നുണ്ട്. അതായത് ശ്വേതാ മേനോന്റെ ഹൈക്കോടതിയിലുള്ള ഈ നീക്കം കാത്തിരിക്കുകയാണ് പോലീസ്. അജിംസ് സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പോലീസ് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ബൈറ്റിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം നിയമപരമായ ചില ആംഗിളുകൾ കൂടി ഇതിനകത്ത് നോക്കേണ്ടതുണ്ട് എന്നുകൂടി അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ ഒരു പരാതി പോയി, ആ പോലീസിന് നിർദ്ദേശം നൽകണം, അന്വേഷിക്കാൻ കേസെടുത്ത് അന്വേഷിക്കാൻ, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. സ്വാഭാവികമായും ഇപ്പം നമുക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരെയുമായി ബന്ധപ്പെട്ട് ഷിയാസ് കോടതിയിൽ സമീപിച്ചത് അറിയാം. സ്വാഭാവികമായും ആ കേസിനകത്തൊക്കെ പോലീസിനൊരു നിർദ്ദേശം നൽകുകയാണ്. പോലീസ് കോടതി പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുക. പിന്നീട് അതിന്റെ ട്രയൽ